എടാ വേറെ തരത്തിലുള്ളൊരു അഭിനയമാണ് കാണുന്നത് വിനായകൻ ചേട്ടൻ്റെ സൗണ്ടിൽ തന്നെ പറയുകയാണെങ്കിൽ ഞാനും അമ്മയ്ക്കും വേണ്ടി അഭിനയിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ എഫർട്ട് നന്നായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല സപ്പോർട്ടായിട്ട് മമ്മൂക്കയും എന്നെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാണ്ടോ. സന്തോഷം. അധികം ഞാൻ സംസാരിക്കണില്ല. അപ്പോൾ തിയേറ്ററിൽ വന്ന് എല്ലാവരും സിനിമ കാണാം. ഓക്കെ, താങ്ക് യു. വേറെ ലെവല് ക്യാമറയും ഇതൊക്കെ ആ ലൊക്കേഷൻസൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ലൊക്കേഷൻസ്. പിന്നെ നമ്മളെ കുഴപ്പിക്കാണ് ഇതിട്ട് അവസാനം വരെ കുഴപ്പിക്കാണ്. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ മച്ചമാരെ വേറെ ലെവല്. വൻ പോലീസാണ്. താങ്ക് യു. രണ്ടുപേരും സ്കോർ ചെയ്തേക്കാണ്. ഒരു രക്ഷയില്ല. നല്ല സിനിമയായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു. നമുക്ക് പൊതുവെ വില്ലനിസം കാണിച്ചൊരു പ്രത്യേക ഭംഗിയാന്നൊക്കെ പറയാം. അതെ 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 കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ആള് വന്നു. അതൊക്കെ നമുക്കത് ഇഷ്ടപ്പെട്ടു. ഒരു ഹീറോയിസം ഫീൽ ചെയ്തു ആ വില്ലൻ. ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണെന്ന് തോന്നുന്നു. അത് നമുക്ക് ഡെയിലി നടക്കുന്ന ലൈഫിൽ ഫീമെയിൽസിന് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് സിനിമ കണ്ടിറങ്ങിയാലും നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ ആ ഒരു കണ്ണിൽ കാണാൻ പറ്റും. നമുക്ക് വിനായകന്റെ നന്നായിരുന്നു. അവരുടെ രണ്ടൊരു കോംബോ വളരെ നന്നായിരുന്നു. അതെ അതെ അതെ. നമുക്കത് ഹീറോ ആരാ വില്ലൻ ആരാന്നും നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്രാവശ്യം കലങ്കൽ കുഴപ്പമൊന്നുമില്ല. കാരണം മമ്മൂട്ടിയുടെ ഒരു വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ് പടം. നമ്മൾ വിനായകൻ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല നമുക്ക് ഇതേ ക്യാരക്ടർ ആക്കണം. ഇതൊന്നും പോലീസിൻ്റെ ഇതൊന്നുമല്ല. മൂപ്പർ ഇത്ര കൊള്ള പോലീസൊക്കെ ചെയ്തിട്ടേ ഈ പ്രാവശ്യം ഇത് കിടക്കാച്ചായിട്ടുണ്ട്. അതുപോലെ കട്ടക്ക് നിന്നിട്ടുണ്ട് ഞാൻ വിനായകൻ. ഗുണ്ട മാത്രമല്ല പോലീസിൻ്റെ വേറെ ലെവൽ വിനായകൻ ഇതിൽ തെളിച്ച്. പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇപ്പോൾ വീട്ടിലത്തെ എല്ലാ പെണ്ണുങ്ങളും പുറത്തെല്ലാ പെണ്ണുങ്ങളും സൂക്ഷിക്കുന്നതാണ്. ഇതൊരു മെസ്സേജാണ്. ഈ കലങ്കാലം ഈ ഫിലിം പക്ക മെസ്സേജാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇത് മാസ് കൊലവറി. കാരണം ഈ പ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ കയറി പടം കളങ്കാവൽ ഒരു രക്ഷയില്ല. അടിപൊളി പടം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിട്ട് കാണാൻ പറ്റുന്ന കിടിലൻ പടമാണ്. ഇതിൻ്റെ ഡയറക്ടറാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നുകയില്ല. അത്ര നല്ല രസമായിട്ട് സിനിമ നിൽക്കുന്നത്. ഇതിൻ്റെ BGM ആണെങ്കിലും ഇതിൻ്റെ എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിൻ്റെ മ്യൂസിക്, പഴയകാല ഇളയരാജയുടെയൊക്കെ സോങ് അതേപോലെയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. നല്ല രസമാണ്. ഇതിൻ്റെ സൈക്കോ ചെയ്തേക്കുന്ന മമ്മൂക്കയാണ്. മമ്മൂക്ക തന്നെയാണ് ഇതിൻ്റെ വില്ലനും. ഒരു രക്ഷയില്ല. മമ്മൂക്ക സൈക്കോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസമാണ്. പിന്നെ വിനായകൻ. രണ്ട് ലെജൻഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സീനാണ് ഈ സിനിമ കളങ്കാവൽ. രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയാണ്. വിനായകൻ എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ള വിനായകൻ എന്ന നടൻ, അതായത് അദ്ദേഹത്തിന് ഒരു മീറ്റർ കൊടുത്തു. ആ മീറ്റർ തന്നെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടില്ല. അതാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ആ ഡയറക്ടർ എന്ന് പറയുന്നത് അതാണ്. എന്ത് രസമായിട്ടാണ് സിനിമ ചെയ്തേക്കുന്നത്. എന്തായാലും നല്ല സിനിമ തന്നെയാണ്. ഇത് സൂപ്പർ ഹിറ്റാണ്. ഇത് ബമ്പർ ഹിറ്റാണ്. സ്ത്രീ സമൂഹം ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. ഒരു രക്ഷയിൽ അടിച്ചു പൊളിച്ചോ നിങ്ങൾ ധൈര്യമായിട്ട്. മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും, അതായത് ആദ്യത്തെ 100 കോടി സിനിമ മാറാൻ സാധ്യതയുണ്ട്. കളങ്കാവൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങൾ എൻ്റെ ഉറപ്പിന്മേൽ വന്ന ഒരാൾക്കും പറ്റിക്കപ്പെടേണ്ടി വരില്ല. നിങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടോ. ഫാമിലി ആയിട്ട് സ്ത്രീ സമൂഹം പ്രത്യേകിച്ച്, കാരണം അവർക്ക് ഒരു അനുഭവം ഉണ്ട് ഇതിനകത്ത്. അവരിതൊന്ന് കണ്ടിട്ട് ഇനിയെങ്കിലും ഇതൊന്ന് തിരുത്തിയാൽ കൊള്ളാം എന്നൊരു തോന്നൽ ചിലപ്പോൾ ഈ സിനിമയിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സൗന്ദര്യവൽക്കരണമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പറ്റിക്കപ്പെടുന്നത്. അത് എന്താണെന്ന് ഈ സിനിമ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കാണുക. ഈ സൗന്ദര്യത്തിന് അപ്പുറത്തേക്ക് റിയലിസ്റ്റിക്കായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്, സ്നേഹമുണ്ട്, കുടുംബമുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ സ്നേഹത്തെ തട്ടിക്കളഞ്ഞുകൊണ്ട് പറ്റിക്കപ്പെടുന്ന കുറേ സ്ത്രീകളുണ്ട്. അവരൊക്കെ ഒന്ന് സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. ഇനിയെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കുക. അപ്പോൾ ഇത് കളങ്കാവലൊരു അനുഭവം മാറട്ടെ. നമ്മുടെ ഗുരുവായിട്ടുള്ള മമ്മൂക്ക നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു ട്രീറ്റാണ് ഈ സിനിമ. ഒരു രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. ഒരു രക്ഷ.